തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സരിത സോളാറുമായി ഇറങ്ങിത്തിരിച്ചത് ഇലക്ഷൻ സ്പെഷ്യൽ എപ്പിസോഡ് എന്നാണ് VM സുധീരൻ പറയുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കുമ്പോൾ തന്നെ ആര്യാടനെ രക്ഷിക്കാൻ കോൺഗ്രസുകാരും രംഗത്തു വരുന്നില്ല. സുധീരൻ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ഈ വയസ്സാം കാലത്ത് ആര്യാടനും കൈക്കൂലി വാങ്ങിയെന്ന് സരിത പറഞ്ഞിരിക്കുന്നു. ആര്യാടന്റെ വേദന എവിടെ കിടക്കുന്നു? ആര്യാടൻ മുഹമ്മദിനും മുഖ്യമന്ത്രിക്ക് കൈക്കൂലി നൽകിയെന്ന് ഇതുവരെ സർക്കാരിനെ താങ്ങി നിന്ന സരിതയ്ക്ക് വെളിപ്പെടുത്തേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് കേരള ജനതയ്ക്കാകെ അപമാനമാണ്. കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്ന ഈ ഗതികേടിൽ എല്ലാ മലയാളികളോടുമൊപ്പം ഞാനും ദുഃഖിക്കുന്നു. അശ്രുപാദം മറവിടുമോർമകൾ ചിറകെഴുന്ന മൗനം മുറിവുണർത്തും നിഴലിലേതോ ഇന്ന് ഇതുവരെ അങ്ങനൊരു കാര്യം സരിത വേറെ ആരോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടി എനിക്ക് പണം തന്നു, എന്തായിരുന്നു അവരാവശ്യം? ഞാൻ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. അവർ 2-3 കാര്യം ചോദിച്ചിരുന്നു. ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് പണം തരേണ്ട കാര്യമല്ല. അതുപോലത്തെ എത്രയോ കഥകൾ സോളാറിനെ പറ്റി പുറത്തു വന്നു. എനിക്ക് പണം തന്നെന്നുള്ളൊരു കേസ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ സരിത പറഞ്ഞിട്ടുമില്ല. ഇതൊരു പുതിയ കാര്യമാണ്. അതിൻ്റെ പിറകിൽ എന്താണ് എന്നുള്ളത് ഞാൻ അന്വേഷിക്കും. പാവം ആര്യാടൻ. ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ സരിതയ്ക്ക് ഫോൺ ചെയ്ത് ഓപ്പറേഷൻ രക്ഷിക്കൽ നടത്തിയ തമ്പാനൂർ രവി ആര്യാടന് വേണ്ടി ഒന്നും ചെയ്തില്ല. ആര്യാടന്മാർക്ക് വേണ്ടി രംഗത്ത് വരുന്ന തമ്പാനൂർ രവിമാർ വേറെ ആരുമില്ലേ? സുധീരൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചെയ്യാവുന്ന സഹായമൊക്കെ ചെയ്തേനെ. ഇതിപ്പോൾ യാത്രയുമായി പുറപ്പെട്ടു പോയില്ലേ? യാത്രാ വിശേഷങ്ങൾ ഒരിടവേള കൂടി കഴിഞ്ഞ്. ദയവായി മുദ്രാവാക്യം കൂടി നിർത്തുക.